എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ക്യാമ്പിംഗ് സ്റ്റൗവിൽ ഉപയോഗിക്കുന്ന ബ്യൂട്ടൻ സിലിണ്ടർ നമ്മൾക്ക് എങ്ങനെ LPG റീഫില്ല് ചെയ്ത് എടുക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം, ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി സൂക്ഷിച്ച് കൈകാര്യമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റീഫില്ല് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് മാറി അകലെ പോയിരുന്ന് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ പറയുന്ന രീതിയിൽ മാത്രം ചെയ്യുക. നിങ്ങൾ വലിയ സിലിണ്ടർ, അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന വലിയ സിലിണ്ടറിനകത്തുനിന്ന് ഇത് റീഫില്ല് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. മേ ബി ഓവർ പ്രഷർ, അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ആയിരിക്കും. അതിനകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് റീഫില്ല് ചെയ്യുന്നത്, ഇതാ നമ്മുടെ ഈ 5 കിലോയുടെ സിലിണ്ടറുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഗ്യാസ് ഉണ്ട്, ഏകദേശം 2 കിലോളം ഉണ്ട്. 5 കിലോയുടെ സിലിണ്ടറിനകത്തു നിന്നാണ് ഞാനിത് റീഫില്ല് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടി ഇതിൻ്റെ റെഗുലേറ്ററാണ്. ഇത് കിട്ടണമെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യുന്ന കടയുടെ മുമ്പിലൊക്കെ ഇത് ഒരുപാട് തൂക്കിയിട്ടിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാനിത് ഇത് പുതിയ ഒരെണ്ണം വാങ്ങിച്ചപ്പം പഴയത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇത് ഈ റെഗുലേറ്റർ ഈ യൂണിറ്റ് ഊരിയെടുത്തതാണ്. ഇത് ഊരിയെടുത്തതിന് ശേഷം ഈ രീതിയിലുള്ള ഒരു ക്യാപ്പ് നിങ്ങൾ എടുക്കുക. ഇത് സാധാരണ ഈ സ്പ്രേ പെയിൻ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ടോപ്പാണ് ഇത്. നോക്കുക, അതിൻ്റെ മോൾ ഭാഗമാണിത്. അത് ഈ സംഭവത്തിന് സെറ്റായിരിക്കും. ഇതുണ്ടോ, എല്ലാ ക്യാനിനും സെയിം ഡയമെൻഷൻ ആയിരിക്കും. ഇതൊരെണ്ണം എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിന് ഈ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിലെ ആ പീസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ആ ഒരു പീസാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഈ ബോട്ടിൽ ഉണ്ടോ കൃത്യമായിട്ട് ഇതിനകത്ത് മാച്ചാവും. വളരെ സിമ്പിൾ പരിപാടിയാണ്. പിന്നെ ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ആറാൾഡൈറ്റൊക്കെ ഉപയോഗിച്ച് നല്ല സീലാക്കി നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ വലിയ സിലിണ്ടറിൽ നിന്ന് ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ആരും ഉത്തരവാദികളായിരിക്കത്തില്ല. അതേപോലെ തന്നെ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെയൊക്കെ ലീക്ക് ഉണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ഒക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. ഞാനതിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് തീർന്നിട്ടില്ല. നിങ്ങൾ മൊത്തമായിട്ട് തീരാൻ വേണ്ടി നിൽക്കരുത്. മൊത്തം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് റീഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊരു 180 ഗ്രാം ഉണ്ട്. 100 ഗ്രാം ബോട്ടിലാണ്. 225 ഗ്രാമാണ് ഇതിനകത്ത് നമ്മൾക്ക് ഗ്യാസ് നിറയ്ക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് നിറയ്ക്കാം. ഇത് തലകീഴായിട്ട് പിടിച്ചിട്ട് വേണം നിറയ്ക്കാൻ വേണ്ടി. തലകീഴായിട്ട് പിടിക്കുക. ഇനി നമുക്ക് റെഗുലേറ്റർ തുറന്നു കൊടുക്കാം. ചെറിയൊരു തണുപ്പുണ്ടാകും. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ഓപ്പൺ ചെയ്ത് വിടണം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇത് നിറയ്ക്കാവുന്നതാണ്. നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നിറയത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്യാസ് നമ്മളെപ്പോഴും പുറത്തോട്ട് തുറന്നു വിടണം. ആ 340 ഗ്രാം ആയിട്ടുണ്ട്. ശരിക്കും 330
വരെയാണ് നിറയ്ക്കേണ്ടത്. 340 ആയിട്ടുണ്ട്, കുറച്ച് ഓവറായിട്ടുണ്ട്. കുഴപ്പമില്ല, 350 കൂടുതലൊന്നും പോകാതിരുന്നാൽ മതി. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബോട്ടിലിനൊരു 100 ഗ്രാം 225 ഗ്രാം ഗ്യാസ്. അപ്പോൾ 350 ഗ്രാം ഉണ്ടോയെന്ന് നോക്കുക സിലിണ്ടർ വാങ്ങിക്കുമ്പം. ചില സിലിണ്ടർ കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ലീക്കായി പോകും. പിന്നെ ഇങ്ങനെ നിറച്ചതിനൊക്കെ ശേഷം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി നോക്കുക, ഇത് എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോ. നിറയ്ക്കുന്നതിന് മുമ്പും ഒരു കുറച്ച് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഇത് വെള്ളത്തിലൊക്കെ മുക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഉറപ്പ് വരുത്താവുന്നതാണ്. ലീക്കൊന്നുമില്ല, മറ്റു കാര്യം സിലിണ്ടറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം. ഇത് ഒരുപാട് നാൾ ഉപയോഗിച്ചതാണ്, അതുകൊണ്ടാണ് പെയിൻ്റൊക്കെ പോയിരിക്കുന്നത്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ക്യാപ്പ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഇത് എന്തെങ്കിലും കാരണവശാൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ബാഗിലൊക്കെ വയ്ക്കുമ്പം പ്രസ്സാവും. ഈ സംഭവം ഇതിൻ്റെ നോസിൽ പ്രസ്സായിട്ട് ഗ്യാസൊക്കെ ലീക്കേജ് ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടുവാണെങ്കിൽ ഇത് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ക്യാപ്പ് ഒരിക്കലും കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് ഇപ്പം ഇതിനകത്ത് LPG നിറയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു 30 രൂപയുടെ LPG മാത്രമേ ആയിട്ടുള്ളൂ. 30 രൂപയുടെ LPG മാത്രമേ നമ്മൾ ഇതിനകത്ത് നിറച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ള പൈസയൊക്കെ ലാഭമാണ്. ഈ തരത്തിലുള്ള സിലിണ്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിറയ്ക്കാം. അല്ലെങ്കിൽ 5 കിലോയുടെ LPG വേറെ ഈ പെട്രോൾ പമ്പിൽ കിട്ടുന്ന സിലിണ്ടേഴ്സ് ഉണ്ട്, കുറച്ച് പ്രഷർ കുറഞ്ഞ. അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്നത് തീരാറാകുമ്പോൾ അതിനകത്ത് 1 കിലോ ഒക്കെ മാത്രം ബാലൻസ് വരുമ്പം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ യൂട്യൂബിൽ തന്നെ വീഡിയോസുകളൊക്കെ ഉണ്ടാകും, ആ രീതിയിൽ നിറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും പുതിയ ഒരു സിലിണ്ടറിനകത്തൊന്നും നിറയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് അത്രയും പ്രഷറൊന്നും താങ്ങത്തില്ല ഈ സിലിണ്ടർ എന്ന കാര്യം എല്ലാവരും ഓർക്കുക. പിന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ആർക്കും ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പം കുറച്ച് സേഫ്റ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്ന് മാത്രം.